Fast and Furious. Oh, വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഹാപ്പി ബർത്ത്ഡേ ടു വിജയ് അണ്ണ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്കമിങ് മൂവിയായ ഗോഡ് ലൈഫ് എന്ന് പറയുമ്പോഴാണ് ആ മൂവിയിലെ ഒരു ഷോർട്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് വലിയ വീഡിയോ ഒന്നും ഇറക്കാൻ പറ്റില്ല, ഷോർട്ടേ പറ്റിയുള്ളൂ. ഷോർട്ടേ ചിലപ്പോ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ ഒരു സർപ്രൈസ് സംഭവം അതും വലിയ രീതിയിൽ ഇറക്കാണ്ട് ഹൈപ്പ് ഒന്ന് കുറച്ചൊന്ന് കേറാൻ വേണ്ടിട്ടുള്ള സംഭവം കുറക്കാനാണോ കൂട്ടാനാണോ എന്നറിയാം, അത് നമുക്കറിയില്ല എന്തായാലും. പക്ഷെ ഇന്നലെ മിഡ് നൈറ്റ് വന്നുകൊണ്ട് തന്നെ നമ്മളും അത് സംഭവം എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ വരുന്നില്ല. അപ്പൊ അവരും അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ കുറച്ചും കൂടി അദ്ദേഹം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു ഷോർട്ട് ആയിട്ട് ഇറക്കാൻ കാരണം. ആൻഡ് മോറോവർ ഒരു സോങ് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ, എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്, അത് നോക്കണം എന്തോ സംഭവം. അപ്പൊ എന്തായാലും എന്താണ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബർത്ത്ഡേ സ്പെഷ്യൽ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെങ്കട് പ്രഭു പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ടൈമും സംഭവങ്ങളൊക്കെ ഓൾറെഡി ആള് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് കാണിക്കാൻ പോകുന്നത്? വെങ്കട് പ്രഭു ഹീറോ ആണ്. അപ്പൊ ഹീറോയിക് സംഭവങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. കാരണം രണ്ട് വിജയണ്ണനുണ്ട്, ചെറുപ്പവും ചിലപ്പോ പ്രായമുള്ളതും രണ്ട് വിജയണ്ണൻ. അപ്പൊ രണ്ട് വിജയണ്ണൻ ചിലപ്പോ കാണിക്കാൻ സാധിക്കും. രണ്ട് വിജയണ്ണൻ തന്നെയാണോ ഇനി, അല്ലെങ്കിൽ ടൈം മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതാണോ അറിയില്ല. അതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഉത്തരം ഇതുവരെയായിട്ട് പിന്നെ നമ്മൾ അധികം ഇതിനെ കുറിച്ചിട്ട് നോക്കാതെ നമ്മൾ ആ സമയത്ത് നോക്കിയതല്ലാണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എതിരഭിപ്രായമായിട്ട് ആരെങ്കിലും വരാം, ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് നേരെ കണ്ടുവെക്കാം ബർത്ത്ഡേ ഷോർട്സ്. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. നമുക്ക് നേരെ തുടങ്ങാം. റെഡി അല്ലേ? പിന്നെ മറ്റേ പാട്ടില് നമ്മളെല്ലാരും കണ്ടല്ലേ, പ്രശാന്തൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. ആ പാട്ട് നമ്മളെടുത്ത് മിസ്, നമ്മൾ ചിലപ്പോ ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യും. നമ്മുടെ മറ്റേ പോയ ചാനലിലാണ് ഉള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ റീപോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിടും. അപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് കണ്ടു എന്ന് ചോദിക്കരുത്, സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ. കാണാം. It's time to see the unseen. Dumo. It's time to get ready. Nanba. Venkat Prabhu hero. Venkat Prabhu padam. മനസ്സിലായോ? അതെ. Wow. Fast and Furious. Happy birthday, Victor. Wow, nice shot. Nice. അല്ലേ? Nice shot. ആ ഒരു ഫാസ്റ്റ് ഉണ്ട് കേട്ടോ, ഫാസ്റ്റ് ഉണ്ട്. അതാണ് Fast and Furious. Not over. എന്തായിരുന്നു അവിടെ കാണിച്ചത്? November 5. ഇതുവരെയായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു. എന്നാ ഞാൻ അറിയത്തായിരിക്കും. നമ്മളതിന്റെ വീഡിയോ ഒക്കെ ഡൗട്ട് ഉണ്ട്. അധികം വീഡിയോസ് ഈ ഡേറ്റ് ഒക്കെ എങ്ങനെ ഓർത്തിരിക്കാനാണ്. സെപ്റ്റംബർ 5 പടറങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവം ഞാൻ പറയാം, നൈസ് ഷോട്ട് എന്ന് പറയുന്ന പോലെ നൈസ് ഷോട്ട്സ് അവരിറക്കിയത്. കാരണം എന്ന് വെച്ചാൽ അത് മതി. എനിക്ക് തോന്നുന്നു ട്രെയിലറൊക്കെ ഇങ്ങനെ ഇറക്കണം എന്ന് തോന്നല്ലേ, എല്ലാം ഒന്നും മനസ്സിലാവരുത്. എങ്ങനെ ഇറക്കണം, അതായത് 2 മിനിറ്റ് ഒന്നും ഇറക്കരുത്, ഒരു 50 സെക്കൻഡിനുള്ളത് എങ്ങനെ ഇറക്കി വിടണം, അതാ നല്ലത്. കാരണം ഇതിനകത്ത് നമുക്കൊരു കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ സംഭവത്തിനേക്കാളും ഈവൻ പാട്ടിലേക്കാളും കുറച്ച് ക്യൂരിയോസിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് കുറെ ഇറക്കുമ്പോഴാണ് ആൾക്കാർക്ക് കുറെ ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നുന്നത്, എന്താണെന്നൊക്കെ ചോദിച്ചു. ഇതിനകത്തിപ്പോ ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ നല്ല സംഭവമാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് തരാൻ ഒരു മാക്സിമം നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള. അപ്പൊ എന്തായാലും ആ ഒരു വാദം അവിടെ തള്ളിയിരിക്കുന്നു. അത് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് രണ്ടുപേരുടെയും കാണിക്കുമ്പോൾ അതില് നമ്മളെ യങ് ആയിട്ടുള്ള വിജയണ്ണന്റെ ആ ഒരു ലുക്ക് ഒന്നും അത്ര വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറെ പറയാൻ പറ്റില്ല, അല്ല അന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു യങ് ലുക്ക് അത്ര വന്നില്ല എന്നുള്ള പോസ്റ്ററിൽ. പക്ഷെ ഇപ്പൊ വീഡിയോയിൽ കാണിച്ചപ്പോ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. ശരിക്കും നമ്മൾ ഈ ഡബിൾ റോൾ എന്ന് ഇപ്പൊ പറയുന്നില്ല, ചിലപ്പോ അത് മറ്റേ ഫ്യൂച്ചറിൽ നിന്ന് ഇറങ്ങി വന്നതോ. അതാ ഞാൻ പറഞ്ഞ എന്തുവാ ഇനിയിപ്പോ മറ്റേ പുതിയ ആള് പഴയ ആളെ കാണാൻ പോകുന്നതാണോ, അല്ലെങ്കിൽ പുതിയ ആളെ കാണാൻ പോവാണ്, അത് തന്നെ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയാണോ? കാരണം രണ്ടുപേരാവാനും സാധ്യത നായികമാരും കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പ്രായമാവാലോ. പക്ഷെ സ്നേഹി മറ്റേ അറിയില്ല, അത് നമുക്ക് നോക്കാം. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവം. പക്ഷെ അത് കാണിച്ചതിന് ശേഷം ഒരു കണ്ടിന്യൂസ് ഒരു 3-4 ഷോട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സയന്റിഫിക് ഫീൽ അടിച്ചായിരുന്നു. സയന്റിഫിക് അടിച്ചു, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അടിച്ചു, പിന്നെ അതുപോലെ തന്നെ ഒരു ധൂം എഫക്ട് ഉണ്ടായിരുന്നു. അത് നല്ല ഫാസ്റ്റ് കാണിച്ചപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റോള് നമ്മൾ ഇതുവരെയായിട്ടും
കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ബൈക്ക് ഓടിക്കുന്ന ഷോട്ട് അധികം കാണിക്കാറില്ല. നമ്മള് കണ്ട പടങ്ങളിൽ അധികം ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ല. കാരണം കാണിക്കുന്ന സമയത്താണെങ്കിലും ഒന്നില്ലെങ്കിൽ ബാക്ക് ഷോട്ടോ സൈഡ് ഷോട്ടോ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും കാണിക്കുക. പക്ഷെ ഒരു ഫുൾ ലെങ്ത് ഒരു സംഭവം, ബൈക്ക് സ്റ്റണ്ട് പോലത്തെ സംഭവം നല്ല സ്റ്റണ്ട് തന്നെ കാണിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് കറക്റ്റ് ആയിട്ട് ബൈക്കും ബൈക്ക് നമ്മളെ ലിയോന്റെ അകത്തില്ലേ ആ ഒരു ലാസ്റ്റ് കാർ ചേസ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനല്ലേ ബൈക്കിന്റെ അകത്തല്ലേ വെടി വെക്കണത്. അതിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുള്ളിക്കാരൻ ഒറ്റക്കോ ഇത് രണ്ടുപേരും ഒറ്റക്ക്, രണ്ടുപേരും ഒരാൾ തന്നെയല്ലേ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പൊ അത് ഞാൻ ഹേറ്റഡ് ആണെന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടിട്ടില്ല, അതാണ് സംഭവം. കാരണം വാരിസ് പടം ഇറങ്ങിയ സമയത്താണെങ്കിൽ നമ്മള് പറഞ്ഞില്ലേ ശരിക്കും, അല്ല നമ്മള് പറഞ്ഞായിരുന്നില്ലേ അതൊന്ന് കാണിക്കായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മള് ഗില്ലികളുടെ സമയത്ത് അതിനകത്ത് ജീപ്പിലാ ഉള്ളത്. പിന്നെന്താ വെച്ചാൽ അന്ന് വോട്ടിന് പോയതും സൈക്കിളിലാണ്, മനസ്സിലായ? അങ്ങനെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിലൊരു ഡിഫറെന്റ് എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം ബൈക്കില് ഒരു ധുമചാല എഫക്റ്റിലാ ഉള്ളത്, രണ്ടുപേരുണ്ട്. അപ്പൊ എന്തായാലും അതിലൊരു ക്ലാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആ ചെറുപ്പ കാലഘട്ടവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. വലിയ ആളും നല്ല ഭംഗിയുണ്ട്. പ്രായമായിട്ടുള്ള ആളാണ് കുറച്ചും കൂടി മിന്നാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷുവർ ആയിരിക്കുമല്ലോ. കാരണം നമ്മള് വിജയണ്ണൻ ഡബിൾ റോൾ വരുന്ന സമയത്ത് എപ്പോഴും ആ ഒരു അച്ഛൻ ക്യാരക്ടർ ഗംഭീരാണ്. രായപ്പൻ ക്യാരക്ടറൊക്കെ നമുക്കത് ആ ക്യാരക്ടറൊക്കെ പെട്ടെന്ന് പോകും. ഇവൻ രായപ്പനായാലും അല്ലെങ്കിൽ നമ്മളെ മറ്റേ ബെർസലിനകത്തുള്ള ഒരു അച്ഛൻ ക്യാരക്ടർ ആയാലും എല്ലാ സ്ഥലത്തും ആ ഒരു അച്ഛൻ ക്യാരക്ടർ കേറി നിൽക്കും. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ് വൺസ് അഗെയിൻ. ഹാപ്പി ബർത്ത്ഡേ. കാരണം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ യൂഷ്വലി would be celebrated little more. പക്ഷെ ഈ ഇയർ കുറച്ച് കുറവാണ്. അത് ഇനി എന്താ പൊളിറ്റിക്കൽ എൻട്രി ആയതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പൊളിറ്റിക്കൽ എൻട്രി ആയതുകൊണ്ട് ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഓളം. അതാണ് ഞാൻ കണ്ടിടത്തോളം ഈ മൂവിക്ക് ഗോൾട്ടന് ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടോന്ന് അറിയില്ല. വലിയ പ്രതീക്ഷയില്ലാത്തൊരു കുറച്ച് കുറവുള്ള പോലെ തോന്നി. നല്ല തന്നെയാണ്. കാരണം ഓവർ പ്രതീക്ഷ അമിത ആപത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് കാരണം ലിയോ മൂവിയിൽ നമ്മൾ ഓൾറെഡി കണ്ട സാധനമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അധികം പ്രതീക്ഷ ഇല്ലാണ്ട്, പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടർ നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ പ്രതീക്ഷ തരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന വകയുള്ള തരുന്ന ഒരു ഡയറക്ടർ. ശരിക്കും എനിക്ക് തോന്നിയത് വെങ്കട് പ്രഭു ആണ് ശരിക്കും മറ്റേ എക്സ്പെക്ടഡ് ടു ബി അൺഎക്സ്പെക്ടഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനം. കാരണം വെങ്കട് പ്രഭുവിന്റെ പടങ്ങൾ ചിലപ്പം ഡൗൺ ആവും, ചിലപ്പോൾ നല്ലോണം കയറും ചെയ്യും. ഇപ്പം നമ്മള് അദ്ദേഹത്തിന്റെ നല്ല നല്ല പടങ്ങളും ഉള്ളതാണ്. ഇപ്പോഴത്തെ റീസെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ഗുഡ് ഗ്രാഫ്. ആകെ മാനാടാണ് ലാസ്റ്റ് ഹിറ്റ്. പക്ഷെ ഹിറ്റ് ആവുമ്പോ വെച്ചാൽ വേറെ ലെവൽ സംഭവമാകും. അപ്പൊ എനിക്ക് തോന്നുന്നു മാനാടിലെ ആ ഒരു ടൈം മെഷീൻ, ടൈം ട്രാവൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഹീറോയിക് എഫക്ട് തരാനാണ് നോക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടം എനിക്കൊന്ന് തിയേറ്ററിൽ മാത്രമേ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. ആ ഒരു നാഗചൈതന്യം അഭിനയിച്ച മൂവിയാന്ന് തോന്നുന്നു. അത് തെലുഗുലൊന്നും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മൂവി അല്ല ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതായത് പടം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ അകത്ത് കേട്ടേക്കണ പടത്തിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ പടം തിയേറ്ററിലായിരുന്നു ഫ്ലോപ്പ് ആയി പോയത്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പൊ പ്രമോ വന്നിട്ടുണ്ടോ നോക്കാം സോങ്ങിന്റെ. കാരണം രണ്ടാമത്തെ സോങ് ആയിരിക്കും വരാൻ പോകുന്നത്. ഫസ്റ്റ് സോങ് അടിപൊളി നല്ലോണം കേറിയിട്ടുണ്ടായിരുന്നു പാട്ട്. ആ ചാനലിൽ പോയോടെ അതും പോയി. അപ്പൊ എന്തായാലും ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇപ്പോഴാണോ നിങ്ങൾ കണ്ടെന്ന് ചോദിക്കരുത്. ആ കമന്റ് ഇട്ടാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഷോർട്സ് ഒക്കെ ഇവിടെ ഓടുന്നുണ്ട്. നമ്മളെ ഈ ചാനൽ തന്നെ ഓടുന്നുണ്ട്. അത് പല സ്ഥലത്ത് ഇട്ടതുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പൊ അതൊരു പ്രൂഫാണ്. നമ്മൾ മുന്നേ ചെയ്താണ്. അബദ്ധം പറ്റിപ്പോയത് കൊണ്ടിട്ട് നമുക്ക് പോയതാണെന്നുള്ളത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് സിംഗിൾ ഫ്രം ഗോട്ട്. ഗോട്ട് ലൈഫ് എന്നാ വരുന്നത്. എപ്പോഴാ വരുന്നത് അറിയില്ല. നമുക്കത് പ്രൊമോ കണ്ടിട്ട് പറയാം. ഫ്രം ഗോട്ട്. എന്നോട് ഗോട്ട് ലൈഫ് പറയരുത് എന്ന് ആദ്യമേ പറഞ്ഞിട്ട് അത് തന്നെ അറിയാണ്ട് പറഞ്ഞു പോരുന്നത് പറഞ്ഞിട്ടാണ്. അതിനുശേഷം അത് വഴി മുന്നേ വരെയൊക്കെ ഞാൻ ദ ഗോട്ട് എന്ന് പറഞ്ഞിരുന്നേച്ചാണ്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ ഗോട്ട് സെക്കൻഡ് സിംഗിൾ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.